നമസ്കാരം. തലസ്ഥാനത്ത് പൊങ്കാലപ്പുകില് തീരുന്നില്ല. ആറ്റുകാലമ്മയുടെ മണ്ണിൽ ചവറ് തിരഞ്ഞിറങ്ങിയ എ റഹീമും സംഘത്തിനു മുന്നിൽ ക്ലീൻ സ്വീപ്പ് നടത്തി മേയർ വി രാജേഷ്. തൂക്കാൻ ചവറില്ലാത്ത നഗരത്തിൽ ചൂലുമായി എന്തിനാണ് റഹീമെ ഈ അലച്ചിൽ എന്ന് ചോദിച്ചുകൊണ്ട് രാജേഷ് തന്റെ മാസ് ഭരണം തുടരുന്നു. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് നഗരത്തിൽ മാലിന്യം തപ്പാനിറങ്ങിയ പ്രതിപക്ഷത്തിന് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയാണ്. എവിടെ നോക്കിയാലും ചവറില്ല. മേയർ വി രാജേഷ് നടത്തിയ ആ മിന്നൽ ഓപ്പറേഷനിൽ നഗരം വെട്ടിത്തിളങ്ങുകയാണ്. രാത്രിയിൽ മാലിന്യം ഒളിച്ചു കടത്തിയെന്ന റഹീം ഭാവനയിൽ കണ്ടപ്പോൾ മേയർ പറയുന്നത് അത് സ്പീഡ് ക്ലീനിംഗ് ആണെന്നാണ്. റഹീം ഉറങ്ങുമ്പോൾ രാജേഷ് പണിയെടുക്കുമെന്ന BJP പ്രവർത്തകരുടെ മുദ്രാവാക്യം അനർത്ഥമാക്കുന്ന കാഴ്ചയാണിത്. 10 ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ സ്ഥലം മാറ്റിയത് വലിയ വിവാദമാക്കുവാൻ CPM നോക്കി. എന്നാൽ ഭരിക്കുവാൻ എനിക്കറിയാം, എന്റെ ടീമിനെ എവിടെ കളിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന മട്ടിലാണ് മേയറുടെ മറുപടി. മന്ത്രി ശിവൻകുട്ടി RTOയെ വിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ രാജേഷ് തന്റെ സ്പെഷ്യൽ സ്റ്റൈലിൽ ചിരിക്കുന്നു. മേയറുടെ മാസ് ഡയലോഗ് ഇങ്ങനെയാണ്: CPMകാർക്ക് ഇറങ്ങി തൂക്കാൻ ഇവിടെ ചവറില്ല. ഇനി അവർക്ക് അത്ര നിർബന്ധമാണെങ്കിൽ DYFI ഓഫീസിന് മുന്നിലെങ്കിലും ഒന്ന് തൂത്തു നോക്കാം. ചുരുക്കത്തിൽ ചവറ് ചർച്ചയാക്കാൻ നോക്കിയ റഹീമിന് ഇപ്പോൾ കിട്ടിയത് ഒരു ക്ലീൻ സിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. ഞാൻ ഡൽഹിക്ക് ടൂർ പോയതല്ല, സിറ്റിയെ വേൾഡ് ക്ലാസ് ആക്കാൻ പോയതാണ് എന്ന് രാജേഷ് തെളിയിച്ചിരിക്കുന്നു. പൊങ്കാല കഴിഞ്ഞാൽ നഗരത്തിൽ മാലിന്യം കണ്ട് ശീലിച്ച മന്ത്രി ശിവൻകുട്ടിക്ക് ഇത്തവണ റോഡിൽ ചവറ് കാണാത്തപ്പോഴാണ് സങ്കടം വന്നത്. ഉടനെ വിട്ടു RTOയെ. എവിടെ എന്റെ ചവറ് എന്ന് ചോദിച്ച് മന്ത്രി കടുക്കുന്നു. എന്നാൽ മേയർ രാജേഷിന്റെ മറുപടി കേട്ടാൽ ആരും അന്തം വിട്ടുപോകും. ശിവൻകുട്ടി സാറെ, ചവർ അന്വേഷിക്കാൻ RTOയെ അല്ല, വേണമെങ്കിൽ FBI വിട്ടോ. വൃത്തിയുള്ള റോഡുകൾ കണ്ട് ശീലമില്ലാത്തവർക്ക് ഇതൊരു അത്ഭുതമായിരിക്കും. പക്ഷെ ഇത് രാജേഷ് സ്റ്റൈലാണ്. മന്ത്രിക്ക് സംശയം, മേയർ രാത്രിയിൽ എങ്ങോട്ടാണ് ഈ ചവർ കൊണ്ടുപോയതെന്ന്. രാജേഷ് പറയുന്നത് അത് ഡിജിറ്റൽ ഇന്ത്യയുടെ വേഗത്തിൽ വെളുപ്പിച്ചതാണെന്ന്. റോഡിൽ ഒരു കഷ്ണം കടലാസ് പോലും ഇല്ലാത്തതുകൊണ്ട് മന്ത്രിക്ക് അന്വേഷണ റിപ്പോർട്ടിൽ ശൂന്യമെന്ന് എഴുതേണ്ടി വരുമോ എന്നാണ് നാട്ടുകാരുടെ പേടി. 10 ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ ഒറ്റയടിക്ക് മാറ്റി രാജേഷ് തന്റെ അഡ്മിനിസ്ട്രേഷൻ പവർ കാണിച്ചു. CPM പറയുന്നു ഇത് വീഴ്ച മറയ്ക്കാനാണെന്ന്. എന്നാൽ രാജേഷ് പറയുന്നു ഇത് വരാനിരിക്കുന്ന വലിയ വികസനത്തിന്റെ വാമപ്പ് മാത്രമാണെന്ന്. ഉദ്യോഗസ്ഥർക്ക് എന്ത് കുറ്റമെന്ന് ചോദിച്ച റഹീമിനോട് മേയർക്ക് പറയാൻ ഒന്നേ ഉള്ളൂ: എന്റെ ടീമിൽ ആരൊക്കെ എവിടെ കളിക്കണമെന്ന് കോച്ച് തീരുമാനിക്കും. അത് കണ്ട് ഗാലറിയിൽ ഇരുന്ന് റഹീം ബഹളം വെക്കേണ്ടതില്ല. ഇതിനെയാണ് ഭരിപ്പാൻ അറിയുന്നവന്റെ ശൈലി എന്ന് BJP അണികൾ വിളിക്കുന്നത്. ഇനി നമ്മുടെ എ റഹീം MPയിലേക്ക് വരാം. നഗരത്തിൽ എവിടെയോ ചവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് റഹീം MP ചൂലുമായി ഇറങ്ങി. പാവം MP നഗരം മുഴുവൻ നടന്നിട്ടും തൂക്കാൻ ഒരു തരി മണ്ണ് പോലും കിട്ടാതെ അവസാനം സ്വന്തം നിഴൽ തൂത്തുപോകുന്ന കാഴ്ചയാണ് നഗരം കണ്ടത്. റഹീമെ, ചവർ എടുക്കാൻ DYFI ഇറങ്ങുമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എടുക്കാൻ ഇവിടെ ചവറില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് നഗരത്തിലെ റോഡിലിരുന്ന് ലൂഡോ കളിക്കാം. അത്രയ്ക്ക് വൃത്തിയാക്കി തന്നിട്ടുണ്ട് ഈ രാജേഷ്. മാലിന്യത്തിൽ രാഷ്ട്രീയം കലർത്തുവാൻ നോക്കിയ റഹീമിനും ശിവൻകുട്ടിക്കും കിട്ടിയത് 8ന്റെ പണിയാണ്. രാജേഷ് ഡൽഹിയിൽ ടൂർ പോയതല്ല, സിറ്റിയെ ക്ലീൻ ആക്കാനുള്ള സൂത്രവിദ്യ പഠിക്കുവാനെന്നാണ് ഇപ്പോൾ വ്യക്തമായത്. റഹീം ഇപ്പോഴും ആ പഴയ ചൂലുമായി എവിടെയെങ്കിലും ചവർ ബാക്കിയുണ്ടോ എന്ന് തപ്പി നടക്കുകയാണ്. അടുത്ത തവണ സമരത്തിന് ഇറങ്ങുമ്പോൾ എവിടെയെങ്കിലും അല്പം മാലിന്യം ബാക്കി വെക്കുവാൻ മേയറോട് മുൻകൂട്ടി അപേക്ഷിക്കണമെന്നത് റഹീമിന് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ ചൂലുമായി വെറുതെ വെയിൽ കൊള്ളേണ്ടി വരുമെന്നാണ് BJPയുടെ വെപ്പ്. എ റഹീം അങ്ങ് പ്രഖ്യാപിച്ചു, കോർപ്പറേഷൻ പരാജയപ്പെട്ടു, ഇനി ഞാൻ ഇറങ്ങും. ഉടനെ വന്നു മേയറുടെ മറുപടി. ഇത് കേട്ട് റഹീം MPക്ക് ബോധം പോയില്ലെന്നേ ഉള്ളൂ. റഹീം വരുന്നുണ്ടെങ്കിൽ വരട്ടെ, പക്ഷെ ഒരു കണ്ടീഷൻ: വരുന്നത് വെറും കൈയോടെ ആയിരിക്കണം. കാരണം ഇവിടെ തൂക്കാനൊന്നുമില്ല. ഇനി റഹീമിന് വല്ലതും തൂക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ വീട്ടിൽ വന്ന് കുറച്ച് ചവറൊക്കെ കൊണ്ടുവന്ന് റോഡിലിട്ട് തൂക്കേണ്ടി വരും. ക്ലീൻ സിറ്റി എന്നാൽ ഇതാണ് റഹീമെ. മേയറുടെ ഈ മറുപടി കേട്ട് ചൂലുമായി നിന്ന DYFIക്കാർ പരസ്പരം നോക്കി നിൽക്കുകയാണ്. ചവറില്ലാത്ത നാട്ടിൽ എന്തു തൂക്കും? അവസാനം പണിയില്ലാതെ വന്നപ്പോൾ അവർ റോഡിലിരുന്ന് തങ്ങൾ തൂക്കേണ്ടിയിരുന്ന ചവറിനെ കുറിച്ച് കവിത ചൊല്ലി പിരിഞ്ഞുപോയി എന്നാണ് കേൾക്കുന്നത്. ഒടുവിൽ സന്ധ്യയായപ്പോൾ ശിവൻകുട്ടി സാറിന്റെ റിപ്പോർട്ട് വന്നു. മാലിന്യം കണ്ടില്ല, കണ്ടത് വികസനം മാത്രം. റഹീം MP തന്റെ ചൂല് മടക്കി വെച്ച് അടുത്ത വിഷയം തപ്പുവാൻ ഫേസ്ബുക്കിലേക്ക് ലോഗിൻ ചെയ്തു. മേയർ രാജേഷ് ആകട്ടെ അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്ക് ഇതിലും സ്പീഡിൽ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നറിയാൻ വീണ്ടും പ്ലാനിങ്ങിലേക്ക് കടന്നു. ഞാൻ ഡൽഹിക്ക് പോയത് ടൂറിനല്ല ശിവൻകുട്ടി സാറെ, ആറ്റുകാലമ്മയുടെ ഭക്തർക്ക് മാലിന്യമില്ലാത്ത നഗരമൊരുക്കാനുള്ള പ്ലാൻ റെഡിയാക്കാനാണ്. പണി അറിയുന്നവർ പണിയെടുക്കും, അല്ലാത്തവർ ചവറ് തപ്പി നടക്കും. പൊങ്കാല മാലിന്യം രാത്രിയിൽ ഒളിച്ചു കടത്തി നഗരമധ്യത്തിൽ തള്ളിയെന്നാണ് റഹീം പറയുന്നത്. വേർതിരിക്കാതെ ടൺ കണക്കിന് മാലിന്യമാണ് തള്ളിയതെന്നും ഭക്തജനങ്ങളോട് അനാദരവ് കാണിച്ചുവെന്നും എ റഹീം കുറ്റപ്പെടുത്തി. മാലിന്യം നിക്ഷേപിച്ചത് അപകടകരമായ നിലയിലാണ്. ആറ്റുകാൽ പൊങ്കാല ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും തിരുവനന്തപുരം മേയർ വി രാജേഷും കൂട്ടരും ഡൽഹിക്ക് ടൂർ പോയി എന്നും എ റഹീം വിമർശിച്ചു. അധികാരത്തിന്റെ ആലസ്യമാണ് ഭരണസമിതിക്കെന്നും ജനവാസ മേഖലയിൽ നിന്ന് അടിയന്തരമായി മാലിന്യം നീക്കം ചെയ്യണമെന്നും MP ആവശ്യപ്പെട്ടു.
ജീവനക്കാർക്കെതിരായ നടപടി വീഴ്ച മറയ്ക്കുവാനാണെന്നും ജീവനക്കാർ എന്ത് കുറ്റം ചെയ്തുവെന്നും അദ്ദേഹം ചോദിച്ചു. മാലിന്യ സംസ്കരണത്തിനുള്ള പദ്ധതി എന്തായിരുന്നുവെന്ന് മേയർ വ്യക്തമാക്കണം. കുറ്റം പാവപ്പെട്ട ജീവനക്കാരുടെ മേൽ കെട്ടിവെക്കുന്നു. ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കാനും പ്രതികരിക്കാനും മേയർക്ക് അറിയില്ല എന്നും റഹീം പറഞ്ഞു. പരിഹസിക്കാനുള്ള കസേരയല്ല, ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ട കസേരയാണ് മേയറുടേതെന്നും റഹീം വ്യക്തമാക്കി. നഗരത്തിലെ മാലിന്യ നീക്കം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ആറ്റുകാൽ കൗൺസിൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഇടറോഡുകളിലും ക്ഷേത്ര പരിസരത്തും നിന്നും മാലിന്യം നീക്കിയില്ലെങ്കിൽ ഡിവൈഎഫ്ഐ ഇറങ്ങി വൃത്തിയാക്കുമെന്നായിരുന്നു വെല്ലുവിളി. എന്നാൽ ഉദ്യോഗസ്ഥരെ മാറ്റിയത് ഭരണപരമായ ചില ക്രമീകരണങ്ങൾക്ക് വേണ്ടിയാണെന്ന് മേയർ വ്യക്തമാക്കി. ആറ്റുകാൽ പൊങ്കാലയിലെ മാലിന്യ വിവാദവുമായി നടപടിക്ക് യാതൊരു ബന്ധവുമില്ല എന്നും മേയർ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തേണ്ട ക്രമീകരണങ്ങൾ മാത്രമാണിത്. ഉദ്യോഗസ്ഥർ മാലിന്യ നീക്കത്തിൽ പൂർണ്ണമായും സഹകരിച്ചുവെന്നും വി രാജേഷ് പറഞ്ഞു. മാലിന്യത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്നത് CPM-ന് ഉപകാരപ്പെടുമോ എന്ന് റഹീമും ശിവൻകുട്ടിയും ചിന്തിക്കണം. ഇനി CPM-കാർ ഇറങ്ങിയാൽ എടുക്കുവാൻ മാലിന്യമില്ല എന്ന് മേയർ പ്രതികരിച്ചു. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട മാലിന്യ നീക്കത്തിൽ കോർപ്പറേഷനും സർക്കാരും CPM-ഉം തമ്മിലുള്ള പോര് തുടരുന്നതിനിടെയാണ് കോർപ്പറേഷനിലെ 10 ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് സ്ഥലമാറ്റം ഉണ്ടായത്. ഭരണ സൗകര്യാർത്ഥം 10 ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ മാറ്റി നിയമിക്കുന്നുവെന്നാണ് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം മാലിന്യം മുഴുവൻ നീക്കിയില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടിയും CPM-ഉം ആരോപണമുയർത്തിയിരുന്നു. ഇത് സംബന്ധിച്ച പരിശോധന നടത്തി റിപ്പോർട്ട് നൽകുവാൻ ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം RTI ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതിനിടെയാണ് 10 ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങിയത്. മാലിന്യം നീക്കാൻ CPM നേരിട്ടിറങ്ങുമെന്നാണ് ആക്ടിംഗ് ജില്ലാ സെക്രട്ടറി റഹീം പ്രതികരിച്ചത്. നഗരസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ ശുചീകരണമാണ് നടന്നതെന്നാണ് മേയറുടെ അവകാശവാദം. ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റത്തെ ഭരണപരമായ സ്വാഭാവിക നടപടിയായി വിശേഷിപ്പിച്ച അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമമായിട്ടാണ് കാണുന്നത്. നഗരഭരണം കാര്യക്ഷമമാണെന്ന് തെളിയിക്കാനുള്ള BJPയുടെ രാഷ്ട്രീയ ദൗത്യം കൂടിയായി ഇതിനെ രാജേഷ് ഉയർത്തിക്കാട്ടുന്നു. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തുടരുമ്പോഴും ആത്യന്തികമായി ജനം ഉറ്റുനോക്കുന്നത് തലസ്ഥാന നഗരയുടെ ശുചിത്വവും വികസനവുമാണ്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഈ വടംവലി നഗരസഭയുടെ സുഗമമായ പ്രവർത്തനത്തെ ബാധിക്കുമോ അതോ കൂടുതൽ ജാഗ്രതയോടെയുള്ള ഭരണത്തിന് വഴിയൊരുക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ അന്വേഷണ റിപ്പോർട്ടുകൾക്കും ഭരണാനുകൂല നടപടികൾക്കും അനുസരിച്ചിരിക്കും.